ദൃശ്യം 2-ന്റെ ക്ലൈമാക്സ് മറ്റൊന്നാണെങ്കിലോ? നിങ്ങൾക്കെല്ലാവർക്കും ദൃശ്യമെന്ന ചിത്രം ഇഷ്ടമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ദൃശ്യം 2-ഉം ഇഷ്ടപ്പെടാത്ത മലയാളികൾ വളരെ കുറവാണ്. ദൃശ്യം 2-ന്റെ ക്ലൈമാക്സ് നമുക്ക് വേറൊരു രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ? ദൃശ്യം 2-ന്റെ ക്ലൈമാക്സ് മറ്റൊരു കഥയായിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ദൃശ്യ സിനിമയുടെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവുമൊക്കെ പല ആരാധകരും അവരുടെ ഭാവനയിൽ സോഷ്യൽ മീഡിയയിൽ കഥകളായിട്ട് എഴുതാറുണ്ട്. അങ്ങനെ ദൃശ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ആരാധകൻ ദൃശ്യം രണ്ടാം ഭാഗത്തിൻ്റെ ക്ലൈമാക്സ് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കഥ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ എന്നതിനപ്പുറം നിയമത്തിൻ്റെ കണ്ണിൽ ജോർജ് കുട്ടിയും കുടുംബവും കുറ്റക്കാരായി തന്നെ നിലനിൽക്കുന്നു. ദൃശ്യം ആദ്യ ഭാഗത്തിൽ നാം കണ്ട കാഴ്ചകൾ അത്രയും സത്യമെങ്കിൽ അതിനപ്പുറം ജോർജ് കുട്ടി വരുൺ കേസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതിരോധത്തിനും പിന്നീട് തയ്യാറെടുത്തിട്ടില്ല എങ്കിൽ എന്തൊക്കെ സംഭവിക്കാമായിരിക്കാം എന്ന ചിന്തയാണ് ഈ ഒരു കഥ. താൻ എന്നെങ്കിലും പിടിക്കപ്പെടുമെന്ന യാതൊരു കണക്കുകൂട്ടലുകളും ഇല്ലാത്ത ജോർജ് കുട്ടിക്ക് IG തോമസ് ബാസ്റ്റിൻ പറഞ്ഞ പോലെ വല്ലാത്തൊരു ഓവർ കോൺഫിഡൻസ് തന്നെയാണ്. എന്നാൽ സമർത്ഥനായ IG തോമസ് ബാസ്റ്റിനും കൂട്ടരും ജോർജ് കുട്ടിയെ കുരുക്കിലാക്കി കളഞ്ഞു. അയാൾ അറസ്റ്റിലായി. കഥയിൽ വിനയചന്ദ്രനോ രാജനോ ആരുമില്ല പിന്നീട് അങ്ങോട്ട്. നിസ്സഹായനായ ജോർജ് കുട്ടി സത്യസന്ധമായി തന്നെ കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്നു പറയുന്നു. തൻ്റെ മകളോ കുടുംബമോ അല്ല, താൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന നുണ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി തന്നെ പറയുന്നു. വരുണിന്റെ ബോഡി പോലീസ് സ്റ്റേഷന്റെ തറ കുഴിച്ച് കണ്ടെത്തുന്നു. DNA ടെസ്റ്റ് വരുമ്പോൾ ആ അസ്ഥികൂടം വരുണിൻ്റെതല്ല എന്ന വെളിപ്പെടുത്തലിൽ കോടതിയിൽ ഞെട്ടിത്തരിച്ച് നിന്നു പോകുന്നത് പോലീസ് മാത്രമല്ല, ജോർജ് കുട്ടി കൂടിയാണ്. ജയിച്ചെന്ന് കരുതിയ യുദ്ധത്തിൽ അപ്രതീക്ഷിതമായി തോറ്റുപോയ IG തോമസ് ബാസ്റ്റിനും പോലീസും ഒരു ഭാഗത്ത്, തോറ്റെന്ന് കരുതിയിടത്ത് താൻ പോലും ആഗ്രഹിക്കാത്ത വിധം ജയിച്ചു കയറുന്ന ജോർജ് കുട്ടി മറുഭാഗത്ത്. കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ജോർജ് കുട്ടി വീട്ടിലേക്ക് പോയില്ല. പോയത് IG തോമസ് ബാസ്റ്റിന്റെ ഓഫീസിലേക്കാണ്. അവിടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഗീതയും പ്രഭാകറും ഉണ്ടായിരുന്നു. ജോർജ് കുട്ടിയെ കണ്ടതോടെ അവരുടെയെല്ലാം മുഖഭാവങ്ങൾ മാറിമറിഞ്ഞു. IG ജോർജ് കുട്ടി കോടതിയിൽ ജയിച്ച വീമ്പ് ഇവിടെ കാണിക്കാൻ വരണ്ട. ഈ കേസ് ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധമാണ്. ഒന്നും തീർന്നെന്ന് നീ കരുതണ്ട. അവർക്ക് നേരെ കൈതൊഴുതുകൊണ്ട് ജോർജ് കുട്ടി, സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. വരുണിനെ അവിടെ തന്നെയാണ് ഞാൻ. പറഞ്ഞു മുഴുമിപ്പിക്കും മുൻപേ IG ജോർജ് കുട്ടിയെ ചവിട്ടി വീഴ്ത്തി. പ്രഭാകർ അയാളെ പിടിച്ചു മാറ്റിയ ശേഷം ജോർജ് കുട്ടിയോട്, മതി ജോർജ് കുട്ടി, എല്ലാം മതി. ഞങ്ങളുടെ മകനെയും കൊന്നു അവൻ്റെ മൃതദേഹത്തെയും ഇല്ലാതാക്കി. ഇനിയും എങ്ങോട്ടേക്കാണ് നിനക്കും നിന്റെ കുടുംബത്തിനും ഞങ്ങളെ ജയിച്ചു കയറേണ്ടത്? ആരും വിശ്വസിക്കാത്ത സാഹചര്യത്തിൽ അത്രകാലം പോലീസിനോട് പറഞ്ഞിട്ടുള്ള നുണകളെല്ലാം തിരുത്തി പറയാൻ ജോർജ് കുട്ടി തയ്യാറായി. ജോർജ് കുട്ടിയെ ആ ഘട്ടത്തിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ അവർ അയാളെ മുഴുവനായി കേട്ടു. ഇപ്പോൾ മുതൽ വരുണിൻ്റെ ബോഡിക്ക് എന്ത് സംഭവിച്ചു എന്നറിയേണ്ടത് പോലീസിനേക്കാൾ ജോർജ് കുട്ടിയുടെ കൂടി ആവശ്യമായി മാറുകയാണ്. ഗീതയെയും പ്രഭാകരനെയും മാറ്റി നിർത്തിക്കൊണ്ട് IG, ഈ കേസ് മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും തീരാത്ത രീതിയിൽ. ജോർജ് കുട്ടിയെ നമുക്ക് വിശ്വസിച്ചേ മതിയാകൂ. കാരണം അയാൾക്ക് നേരെ ഇനിയൊരു കേസെടുക്കാൻ നമ്മുടെ കയ്യിൽ വകുപ്പില്ല. അതിനുള്ള ഹൈക്കോടതി വിധി അയാൾക്ക് ഈസിയായി വാങ്ങിയെടുക്കാം. എന്നിട്ടും അയാൾ നമ്മളെ തേടി വന്ന് ഇത്രയും പറഞ്ഞെങ്കിൽ ഐ തിങ്ക് ഹീ ഈസ് എ ജീനിയസ് നൗ. തോമസ് ബാസ്റ്റിൻ പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ശരിവെക്കുന്ന പ്രഭാകറും ഗീതയും അയാളെ തന്നെ ശ്രദ്ധിക്കുന്നു. IG, ഇത്രയും കാലം പേഴ്സണൽ മിഷനായിട്ടാണ് വരുൺ കേസിൽ ഞാൻ ഇടപെട്ടതെങ്കിൽ ഇനി അങ്ങോട്ട് അത് മതിയാകില്ല. ഇനി പേഴ്സണൽ മിഷൻ ഒഫീഷ്യൽ ആയി മാറുകയാണ്. വരുണിൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് ഹാജരാക്കപ്പെട്ട അസ്ഥികൂടം ആരുടേത്? അയാളെ കൊന്നതാര്? വരുണിൻ്റെ ബോഡി അയാൾ എന്തു ചെയ്തു? എന്തിനത് ചെയ്തു? ഇവയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് IG പറയുന്നു. അതിനുശേഷം കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വരുണിൻ്റെ ബോഡി കണക്കുകൂട്ടിയ പ്രകാരം പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ട ശേഷം നടന്നു നീങ്ങുന്ന ജോർജ് കുട്ടി നടന്നു നീങ്ങുന്നത് അബദ്ധവശാൽ കാണുന്ന ജോസ്. ജോർജ് കുട്ടിയെയും ജോസിനെയും ഒരേപോലെ രഹസ്യമായി നിരീക്ഷിക്കുന്ന മറ്റൊരാൾ. അയാളുടെ മുഖം കാണുന്നില്ല. പകരം കയ്യുറകളിലെ ചോരക്കറയും ബൂട്ടിലെ ചെളിയും മാത്രം കാഴ്ചയിൽ. ജോർജ് കുട്ടിയും ജോസും പോയ ശേഷം അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നു. പിന്നീട് ആ കുഴിയിൽ നിന്നും വരുണിൻ്റെ ബോഡി പുറത്തെടുക്കുന്നു. പകരം അയാൾ കൊണ്ടുവന്ന ഒരു ചാക്ക് അതേ കുഴിയിലിടുന്നു. വരുണിൻ്റെ ബോഡി വലിയ കറുത്ത കവറിലേക്ക് മാറ്റിയ ശേഷം അതും ചുമന്നുകൊണ്ട് അയാൾ നടന്നു നീങ്ങുന്നു. ദൂരെ റബ്ബർ എസ്റ്റേറ്റിൻ്റെ താഴെ ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. വരുണിൻ്റെ ബോഡി വണ്ടിയുടെ ഡിക്കിയിലേക്ക് എടുത്തിട്ട ശേഷം ഇരുളിലേക്ക് മറയുന്ന ആ വണ്ടിയുടെ ചുവപ്പ് ലൈറ്റ്. ഇത്രയും കാണിച്ച ശേഷം വീണ്ടും കഥ പ്രസന്റ് സിറ്റുവേഷനിലേക്ക് വരികയാണ്.
IG ഒരു ഇമാജിനേഷനാണ്. ജോർജ് കുട്ടിയേക്കാൾ മുന്നേ ജോർജ് കുട്ടി ചിന്തിച്ച പോലെ ബോഡി അവിടെ അടക്കാൻ വന്ന ഒരാൾ. പക്ഷേ വരുണിൻ്റെ ബോഡിയുടെ കൂടെ തൻ്റെ കയ്യിലെ ബോഡി അടക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുമില്ല. അതിനർത്ഥം വരുണിൻ്റെ ബോഡി കൊണ്ട് അയാൾക്ക് മറ്റെന്തോ പ്ലാൻ ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ വരുണിൻ്റെ ബോഡി പോലീസ് സ്റ്റേഷനിലെ പോലെ സേഫായ ഒരു സ്ഥലത്ത് അടക്കാൻ അയാൾ എന്തുകൊണ്ട് ആഗ്രഹിച്ചില്ല? ആരാണ് അയാൾ? എന്തിനിത് ചെയ്തു? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഈ അന്വേഷണത്തിൽ ആരെക്കാളും കൂടുതൽ പോലീസിനെ സഹായിക്കാൻ സാധിക്കുക ജോർജ് കുട്ടിക്കാണ്. ഒരു ഘട്ടത്തിൽ സമർത്ഥമായി മൂടിവെക്കാൻ ജോർജ് കുട്ടി ശ്രമിച്ച അതേ കേസിൽ ജോർജ് കുട്ടിക്ക് തന്നെ പലതും കണ്ടെത്തേണ്ടി വരുന്നത് കാലം അയാൾക്ക് കരുതിവെച്ച ശിക്ഷയാകുമോ? ഇത്രയും കാണിച്ച് സിനിമ അവസാനിക്കുകയാണ്. അതിനുശേഷം കമ്മിങ് സൂൺ ദൃശ്യം 3 എന്ന ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടെങ്കിലെന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഭാവനയിൽ ഈ ഒരു കഥയുടെ അവസാനം എന്താകുമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാമോ? ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായിട്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.